ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മാർച്ച് മാസം 16 മുതൽ 22 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അതിർത്തി തർക്കങ്ങളോ എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മുൻകോപം പിടിവാശിയും കഴിയുന്നതും കുറയ്ക്കണം. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വഴി ഏതെങ്കിലും വിധത്തിൽ ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം ഉണ്ടാവും. തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസമാധാനവും സന്തോഷം നിറഞ്ഞൊരു വാരമായിരിക്കും ഈ വാരം. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴി കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ സംസാരിച്ച് കുടുംബ വഴക്കുകളോ കലഹങ്ങളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം പിടിവാശി കഴിയുന്നത് കുറയ്ക്കുന്നത് നന്നായിരിക്കും. എല്ലാം തുറന്നു പറയുന്ന സ്വഭാവം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ വാരം പൊതുവെ നല്ലതാണ്. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കുക. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സന്താനങ്ങളാൽ മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളുണ്ടാവും. ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ പിടിവാശി മുൻകോപവും എല്ലാം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. പിടിവാശിയും മുൻകോപം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ആരോടെങ്കിലും എന്തെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വിദ്വേഷമോ ഏതെങ്കിലും ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ ഒരു ആളുടെ അടുത്ത് ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് ദേഷ്യമോ ഏതെങ്കിലും ഇപ്പോൾ പകയോ വിദ്വേഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ തലച്ചോറിനെ ബാധിക്കും. നമുക്ക് തന്നെ എല്ലാ പ്രവൃത്തികളിലും നമ്മളത് ബുദ്ധിമുട്ടുണ്ടാക്കും. നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുവഴി നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും അത് ബാധിക്കും. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മറ്റുള്ളവരുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൊണ്ടുപോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കർക്കിടകരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 കഴിയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകരാശി. കർക്കിടകരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ഭാഗ്യപുഷ്ടിയും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. പുണ്യതീർത്ഥ സ്നാനങ്ങളൊക്കെ ഉണ്ടാവും. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രൊമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ആരോഗ്യപരമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളുണ്ടാവാം. തൊഴിൽപരമായിട്ട് ശത്രുക്കളുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. അലർജിക്ക് സാധ്യത വളരെ കൂടുതലാണ്. ശ്വാസം മുട്ടലോ തുമ്മലോ ജലദോഷമോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും ഉണ്ടാവും. പൊതുവെ ആരോഗ്യപരമായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനും നന്നായിരിക്കും. കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് കർമ്മ സംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
തൊഴിൽപരമായിട്ട് അത്ര നല്ല സമയമല്ല. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സുഖം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. വീട് വയ്ക്കുന്നതിന് വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ്. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ ഈ വാരം നല്ലതാണ്. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നന്നായിരിക്കും. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യവും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ വിഷമങ്ങളുണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നല്ലതാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നല്ലതാണ്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിൻ്റെ പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികരാശി. വൃശ്ചികരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ആഗ്രഹ സാഫല്യവും ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. ഗൃഹവാഹനമായി സൗഖ്യം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടും. ധനുരാശി. മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ദാമ്പത്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കുന്ന നന്നായിരിക്കും. പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഈ വാരത്തിലുണ്ടാവും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക. ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ സർപ്പപ്രതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകുന്നതിന് ചൊവ്വാഴ്ച ദിവസം കിടാവിളക്കിന് നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാകും. ഗൃഹസംബന്ധമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഗൃഹകലവും ഗൃഹസംബന്ധമായിട്ട് ശത്രുതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ശത്രുതയ്ക്കും സാധ്യത വളരെ കൂടുതലാണ്. കേസ് വഴക്കിനോ കലഹത്തിനോ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിൽ ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളോ കേസോ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. ഏഴരശനിയുടെ അവസാന കാലമായതുകൊണ്ട് വാഹനയാത്രയും പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി സഞ്ചാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അസമയത്തുള്ള രാത്രി പൂർണ്ണമായിട്ടും സഞ്ചാരം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. വളരെ ക്ഷീണിച്ചും വളരെ ദേഷ്യപ്പെട്ടും വളരെ ബുദ്ധിമുട്ടിയും വിഷമിക്കുകയും ഇരിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഏഴരശനിയുടെ ലാസ്റ്റ് ടൈമായിട്ട് ലൈസൻസ് ഇല്ലാതെയും ഇൻഷുറൻസ് ഇല്ലാതെയും വാഹനം ഓടിക്കുന്നതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. സമയം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക. ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ നന്നായിരിക്കും. ശിവക്ഷേത്ര ദർശനവും വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഏഴരശനിയുടെ കാലമാണ്. ജന്മശനിയാണ്. പല വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള ടെൻഷനും ശത്രുദോഷവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നേട്ടം അനുഭവപ്പെടും. മനസ്സമാധാനക്കുറവുകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷൻ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. വാഹന സംബന്ധമായിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്.
ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സഹോദര സ്ഥാരികളിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുൻകോപം കഴിയുന്നത് കുറയ്ക്കണം. തൊഴിൽപരമായിട്ട് ശത്രുക്കളുണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ തടസ്സം മാറിക്കിട്ടാൻ ശനിപ്രതി വരുത്തുക. നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക. ശാസ്താക്ഷേത്രത്തിൽ പോകുന്നതും നീരാഞ്ജനം നടത്തുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ശനിയന്ത്രം ധരിക്കുന്നതും നല്ലതാണ്. ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. ചോദ്യങ്ങൾ അറിയുന്നതിന് നേരിട്ട് എഴുതുക, അല്ലെങ്കിൽ നേരിട്ട് ഫോൺ ചെയ്യാവുന്നതാണ്. നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് വരാം, അപ്പോയിൻമെൻ്റ് എടുത്ത് വരാം. അല്ലാത്തവർ പൂർണ്ണമായിട്ടും ഫോണിലൂടെ മറുപടി ലഭിക്കുന്നതാണ്. ഓൺലൈനായിട്ട് മറുപടി ലഭിക്കും. മറുപടി ലഭിക്കാൻ 9447471711 ഈ നമ്പറിൽ വിളിച്ചാൽ മതി.